ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഗ്നൂസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു മസാല നീർദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ്, ഈ ഒരു ചെറിയ കപ്പിന് 3 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു 3 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് ചോറാണ്. അപ്പോൾ ഞങ്ങളിവിടെ സോന മസൂരി റൈസാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട് കുഞ്ഞു കപ്പിന്. അപ്പോൾ ചോറ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ആ നീർദോശയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് വെള്ളമാണ്. അപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ റൈസ് ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് മാറ്റുക. ഇത് നമ്മൾ സാധാ അപ്പത്തിന് അരച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് മാറ്റി വെച്ചിരുന്ന ചോറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. മസാല നീർദോശ ആയതുകൊണ്ട് തന്നെ ശകലം എരിവൊക്കെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 3 വറ്റൽമുളക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളക് എടുക്കുമ്പോഴത്തേക്ക് എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് ആഡ് ചെയ്യണേ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇവിടെ ആഡ് ചെയ്യുവാണ്. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിന് വേണ്ടിയിട്ട് ശർക്കരയും കൂടെ ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുവാണ്. മല്ലിപ്പൊടിയായിട്ടും ആഡ് ചെയ്യാം, നിങ്ങൾക്ക് മല്ലി ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മല്ലി ആഡ് ചെയ്താലും മതി. അല്ലെങ്കിൽ പൊടിയാണ് എടുക്കുന്നവരാണെങ്കിൽ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്താലും മതിയേ. ഇനി ഇതിലേക്ക് ലേശം പുളിയും കൂടെ ആഡ് ചെയ്യുവാണേ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം മതിയേ. അപ്പോൾ നമ്മൾ ആ ശർക്കരയും പുളിയും കൂടി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മസാല നീർദോശയ്ക്ക്. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ അപ്പത്തിനൊക്കെ അരച്ചെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിന് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ആ മാവ് നന്നായിട്ട് അരച്ചെടുത്തായിരുന്നു ഒരുവിധം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങ തിരികിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാം. അപ്പം കറക്റ്റ് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു ബൗളിലോട്ട് മാറ്റുവാണേ. മസാല നീർദോശ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടൈമൊന്നും വെച്ചിരുന്നിട്ട് നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ വെച്ചിരിക്കുന്ന പോലെ പുളിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് അരച്ചെടുത്ത് അപ്പം തന്നെ നമുക്കെടുത്ത് ദോശയായിട്ട് പരത്തിയെടുക്കാൻ പറ്റിയ പാനിൽ. ഞാനപ്പോൾ പാന് ചൂടാക്കാനായിട്ട് വെച്ചു. ഇതിലേക്ക് ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് ബാക്കിയിരുന്ന ലേശം വെള്ളവും കൂടി ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഒരു മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പാനിപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് മാവ് ഒഴിക്കുവാണ്. അപ്പോൾ നമുക്ക് മാവ് എങ്ങനെ വേണോ ഒഴിച്ച് നീർദോശ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല ഇതിന്. ഏത് രീതിയിൽ വേണോ നമുക്കിത് റെഡിയാക്കി എടുക്കാവേ. ഇതേപോലെ പാൻ വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാ ഭാഗത്തും സ്പ്രെഡായി വന്നോളും മാവ്. നമ്മൾ ഇതൊന്ന് വേവിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വേണം ഒന്ന് വേവിച്ചെടുക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ മസാല നീർദോശ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. നമുക്കപ്പോൾ വീട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മാവ് ദോശയ്ക്കോ അല്ലെങ്കിൽ അപ്പത്തിനോ ആട്ടാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ ആട്ടാനായിട്ട് നമ്മൾ ചിലപ്പോൾ സോക്ക് ചെയ്യാൻ ഇട്ടിട്ട് മറ്റെന്തെങ്കിലും ആവശ്യമായിട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ടൈം കിട്ടത്തില്ല അത് ആട്ടിയെടുക്കാനായിട്ടാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ രാവിലെ പെട്ടെന്ന് ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് പച്ചരി സോക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വൈകുന്നേരത്തേക്കാണെങ്കിലും നിങ്ങൾ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും ഇതേപോലെ സോക്ക് ചെയ്യാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റത്തേക്ക് ദോശ ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ചില പാനിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാനിൽ ലേശം എണ്ണയാണോ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ചെടുത്താൽ മതി.
ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിക്കാൻ നേരത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ജാഗറി കുറച്ച് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് പുളിപ്പിൻ്റെ ആ ഒരു ഇതുണ്ടാവും, നമ്മൾ പുളി ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ എരിവ് ചെറിയ മുളകൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് കുറച്ച് എരിവും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചട്നിയും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. സാധാരണ നമ്മൾ വെള്ളച്ചമ്മന്തി ആയാലും ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് വളരെ ചെറുതായിട്ടും കൂടെ അരിഞ്ഞ് ഇതിലേക്ക് മിക്സ് ചെയ്ത് ദോശയായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുവരെ മസാല നീർദോശ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയതിന് ശേഷമുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തേക്കുക. നിങ്ങൾക്കപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.